അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ലൊരു ഇഫ്താർ സ്നാക്കാണ്. എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള നല്ലൊരു ഇഫ്താർ സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു സ്നാക്കിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കുവാണ്. ചിക്കൻ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഫിഷോ മീറ്റോ അല്ലെങ്കിൽ എഗ്ഗോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു സവോള എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ക്യാബേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ സവോള ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്ത ശേഷമാണ് ബാക്കി എല്ലാതും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. സവോള ചെറിയൊരു കഷ്ണം എടുത്തിട്ടുള്ളൂ. വളരെ കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയ പീസാക്കിയിട്ട് അരിയരുത്, ചെറിയ പീസാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. അപ്പോൾ സവോള നന്നായിട്ട് വഴണ്ട് വന്ന ശേഷം അതിലേക്ക് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കനാണ്. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് വഴണ്ട് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ വേവിച്ച് വെച്ചതാണിത്. ചിക്കൻ വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി ഇത് മൂന്നും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ പൊരിച്ച ചിക്കനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ബ്ലെൻഡറിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നമുക്ക് നല്ല ഫൈനായിട്ട് വേണം ഇത് കേട്ടോ. അപ്പോൾ ഇതിപ്പം വേവിച്ച ചിക്കൻ ആയതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. വലിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പച്ചക്കറികളും സവോളയും എല്ലാം കൂടി നന്നായിട്ട് വഴണ്ട് വന്ന ശേഷം, നന്നായിട്ട് കുക്കായ ശേഷം മാത്രം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പാകം പോലെ എടുക്കുക. എത്ര വേണമെന്നുള്ളത് നിങ്ങൾ പാകം പോലെ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എല്ലാം കുറേശ്ശെ എടുത്തിട്ടുള്ളൂ, എല്ലാം ഒരു അരക്കപ്പ് വീതം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്, കാശ്മീരി ചില്ലി പൗഡറാണ്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും. ബാക്കി നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിലേക്ക് ഒരുപാട് സ്പൈസ് പൗഡേഴ്സ് ഒന്നും വേണ്ട കേട്ടോ. കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് എപ്പോഴും സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ലോണം ഈ ചിക്കനും പച്ചക്കറികളും എല്ലാം കൂടി നന്നായിട്ട് കമ്പൈനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടാകും. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്, മയണൈസ് ചേർക്കാനുണ്ട്. മയണൈസ് ചേർത്താലേ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു മയണൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ആദ്യം 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കിതിലേക്ക് കറക്റ്റ് അളവ് കിട്ടില്ല. കാരണം നമ്മളിതിൻ്റെ എടുത്തിട്ടുള്ള ചിക്കനും അതുപോലെ പച്ചക്കറികളൊക്കെ നമ്മൾ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ടാണല്ലോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഈ ഒരു പരുവമായി കിട്ടണം. അതായത് ഒരു നല്ല സോഫ്റ്റായിട്ട് ഒരു ക്രീമി, വല്ലാണ്ട് ക്രീമി ആക്കരുത്, എന്നാൽ ചെറുതായിട്ടൊരു ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചർ വേണം. അപ്പോൾ അതുവരേക്കും നമ്മൾ ഇതിലേക്ക് മയണൈസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മൊത്തത്തിൽ 4 ടീസ്പൂൺ മയണൈസാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര ക്രീമി ആക്കരുത് കേട്ടോ. അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എന്താ പറയുക, ഒരു പുറത്തേക്ക് ക്രീമി ആയിട്ട് വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഈ ഒരു ടെക്സ്ചറാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ടെക്സ്ചർ മതി. ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്താൽ മതി, മൈനസ് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് ഞാൻ മുമ്പത്തെ ഒരുപാട് റെസിപ്പീസിൽ ഈ ഒരു ബ്രെഡിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എപ്പോഴും നാട്ടിലൊക്കെ ഉള്ളവർക്ക് എപ്പോഴും പ്രശ്നം ബ്രെഡ് കൊണ്ടായിരിക്കും. ബ്രെഡ് കൊണ്ട് നമ്മൾ എന്ത് സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല എന്ന് പറയും. അത് ബ്രെഡിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ നല്ല ബ്രാൻഡഡ് ബ്രെഡ് തന്നെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ എല്ലാ സൈഡും ഒരേ വശമുള്ളത് എടുക്കുക കേട്ടോ. ഇപ്പം ഇത്തവണ ഞാൻ ഈ ഒരു ബ്രെഡ് വാങ്ങിച്ചപ്പം ഒരു വശം മാത്രം അതായത് ഈ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. അപ്പം 4 വശവും ഒരേ പോലെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുമ്പം ആ ഒരു പീസ് വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പം 4 വശവും നമ്മൾ സൈഡ്സ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ബ്രെഡ് ഇങ്ങനെ നാട്ടിലൊക്കെ ഉള്ള ബ്രെഡാണെങ്കിൽ നിങ്ങൾ ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡൊക്കെ ഒന്ന് ഹാർഡായിക്കോളും. അപ്പോൾ ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ മയണൈസ് ചേർക്കാനുള്ള കാരണം ഇതിങ്ങനെ ക്രീമി ആയിട്ട് ആയാലേ നമുക്കിതിങ്ങനെ ബ്രെഡിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് കട്ടിയിൽ ഇത് സ്പ്രെഡ് ചെയ്യരുത്. സൈഡൊക്കെ നന്നായിട്ട് ഒന്ന് റെഡിയാക്കുക. അതുപോലെ കണ്ടോ,
ഇങ്ങനെ ഒരേ ലെവലായിരിക്കണം. ഒന്ന് കയറി ഒന്ന് ഇറങ്ങി അങ്ങനെ ഒന്നും ആവരുത്. ഒരേ ലെവലിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറ്റേ ബ്രെഡിൻ്റെ സ്ലൈസ് കൊണ്ട് അത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിക്ക് പോലെ നീളത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്കത് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറഞ്ഞ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് കുറേ സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ബ്രെഡ് എടുക്കുമ്പോൾ കുറച്ച് വലിയ ബ്രെഡ് എടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ചെറിയ ബ്രെഡ് കൊണ്ട് നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഷേപ്പ് ഒന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ എന്തായാലും ഈ ഒരു 2 ബ്രെഡിൻ്റെ സ്ലൈസ് കൊണ്ട് നമ്മൾ 4 വലിയൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ, ഈ ഒരു പരുവാണ് ഇത്. ഇങ്ങനെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. സാൻഡ്വിച്ച് പോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. നമുക്ക് നോമ്പിന് എപ്പോഴും വളരെ ഈസി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പീസ് ആവും കൂടുതൽ ഇഷ്ടം. അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവണം, എന്നാൽ കാണാൻ കുറച്ച് മൊഞ്ചും ഉണ്ടാവണം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. അതുപോലെ ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. കാരണം കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് കുറേ സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക. മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പാലും കൂടി ഒഴിക്കുന്നുണ്ട്. അങ്ങനെ പാൽ ഒഴിക്കണം നിർബന്ധമില്ല. പാൽ ഒഴിക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രെഡ് ഇതിലേക്ക് മുക്കിയെടുക്കുമ്പോൾ ബ്രെഡിൽ ഒരുപാട് മുട്ടയുടെ മിക്സ്ചർ മുങ്ങി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ ഇത് ഒരു പ്ലേറ്റിൽ ഞാൻ ഒരു 1/2 കപ്പോളം കോൺഫ്ലേക്സ് പൊടിച്ചതെടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലേക്സും ബ്രെഡ് പൊടിച്ചത്, ബ്രെഡിൻ്റെ സൈഡ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റില്ലോ, അത് പൊടിച്ചെടുത്തതാണിത്. അപ്പം കോൺഫ്ലേക്സ് 1/2 കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ബ്രെഡ് പൊടിച്ചത് 1 കപ്പ് എടുക്കാം. അപ്പോൾ അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തതാണ്. നിങ്ങൾക്ക് ബ്രെഡ് പൊടിച്ചത് മാത്രമായാലും കുഴപ്പമില്ല. കോൺഫ്ലേക്സും കൂടി ആകുമ്പം കളർ ഒന്ന് നല്ല ഭംഗിയുണ്ടാവും കാണാൻ, അത്രയേ ഉള്ളൂ. ഒന്നുകൂടെ ക്രിസ്പാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ബ്രെഡ് പൊടിച്ചതായാലും മാത്രമായാലും കുഴപ്പമില്ല. ഇനി ഓരോ ബ്രെഡിൻ്റെ സ്ലൈസും എടുത്തിട്ട് ഈ മുട്ടയുടെ മിക്സ്ചറിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കോൺഫ്ലേക്സും ബ്രെഡ് ക്രംസും കൂടിയുള്ള മിക്സ്ചറിൽ നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. പിന്നെ ചില ബ്രെഡ് നമ്മളിതുപോലെ ചെയ്തെടുത്ത ശേഷം നമ്മൾ ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ നന്നായിട്ട് കോട്ട് ചെയ്യണം കേട്ടോ. ഈ ബ്രെഡിൻ്റെ പൊടിയും കോൺഫ്ലേക്സും നന്നായിട്ട് കോട്ട് ചെയ്യണം. സൈഡിൽ ഈ ഫില്ലിംഗ് ഒന്നും കാണാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത് നിങ്ങൾക്ക് രാവിലെ ഇത് ഇങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ച ശേഷം ഫ്രീസറിൽ വെച്ചാൽ മതി. പൊരിക്കാൻ നേരം, അതായത് ഇഫ്താറിൻ്റെ സമയമാകുമ്പോൾ മാത്രം അതെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് നമ്മൾ പൊരിച്ചെടുക്കേണ്ടത് അത്യാവശ്യം എണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കണം. പിന്നെ എണ്ണയുടെ ചൂട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏത് ബ്രെഡിൻ്റെ സ്നാക്ക് ഉണ്ടാക്കുമ്പോഴും നമ്മൾ കുറഞ്ഞ എണ്ണയിൽ ഉണ്ടാക്കാൻ പാടില്ല, ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. അതുപോലെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ പാടില്ല, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ. കുറഞ്ഞ എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്യുവാണെങ്കിൽ എണ്ണ ഭയങ്കരമായിട്ട് ഈ ബ്രെഡ് വലിച്ചെടുക്കും. അതുപോലെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ബ്രെഡിൻ്റെ സ്നാക്കും ഇതുപോലെ തന്നെയാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ 2 വശവും നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്ന വരെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളിത് ഷാലോ ഫ്രൈ അല്ല, ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. കാരണം ഒരുപാട് സ്പേസ് ഇല്ലല്ലോ. നമ്മൾ ചെയ്യുന്ന ചട്ടിയിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈങ് പാനിലാണെങ്കിൽ കുറേ നമ്മൾ എണ്ണ ഒഴിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചീനച്ചട്ടി എടുത്തത്. അപ്പോൾ ഇതുപോലെ എല്ലാതും ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ പാൽ പെട്ടി റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു പേരിട്ടെന്നേ ഉള്ളൂ. കാരണം ഒരു പാൽ കേക്കിൻ്റെ നമ്മുടെ മുമ്പ് ഞാനൊരു മലബാർ സ്നാക്ക് ഉണ്ടാക്കിയിരുന്നല്ലോ, പാൽ കേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടു, പെട്ടെന്ന് കാണുമ്പോൾ പാൽ കേക്കാണെന്ന് തോന്നും. അതുകൊണ്ട് ആ ഒരു പേരിട്ടെന്നേ ഉള്ളൂ. പിന്നെ പുറമേ നല്ല ക്രിസ്പാണ്, കണ്ടോ. അകത്ത് നല്ല സോഫ്റ്റുമാണ്. നല്ല കിടിലം ടേസ്റ്റിലുള്ള ഒരു സ്നാക്കാണ്. ഞാനെപ്പോഴും കിടിലെന്ന് പേര് പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും കിടിലം ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ കാണുമ്പോഴേ അറിയും, പുറമേ നല്ല ക്രിസ്പാണ്, അകത്ത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇഫ്താർ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.